ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഓ, രാവിലെ തന്നെ നേരം വെളുക്കണമെന്ന് പണ്ട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിനി. അതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അത് അന്നും ഇന്നും കമ്പനിക്കാരനെ ഇങ്ങനെ വിളിച്ചാണ്ട് ആ കാര്യം പറഞ്ഞാണ് ഇങ്ങനെ കളിയാക്കും. ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, പിന്നെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് പോകുന്നു, പിന്നെ ഇന്തോനേഷ്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ മൊത്തം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഓട്ട്മീലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മളൊരു ഗോൾഡിൻ്റെ ഓണിൻ്റെ ഒരു വേ പ്രോട്ടീൻ വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ ഫുഡ് നമ്മൾ തന്നെയാണ് വെച്ചുണ്ടാക്കുന്നത്. വേറെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയൊന്നും ഈ ഇന്തോനേഷ്യൻ ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. ഓട്ട്മീലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ കാര്യമായിട്ട് കോഴിമുട്ട ഉണ്ടാവും, ഫുള്ള് ചിക്കൻ ഉണ്ടാവും, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് ഓട്സ്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കട്ടെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഞാൻ ഏകദേശം കഴിയാനായിട്ടോ. പിന്നെ കുറച്ച് ബ്ലാക്ക് കോഫി ഉണ്ട്. Rendang. Rendang. From beef. Yeah. It's like a beef stick, bro. So I can get it from anywhere. Just only at the where is it? Local store. No, we say masakan Padang. Masaka Padai. Maybe you can find when you order some Grab. On the Grab food you can find. Okay. Yeah, I can buy through the Grab app. Yeah. Grab and Gojab. Oh, okay. That's true, man, that's true. What's your name, by the way? I forgot. Maybe I asked or I don't know. Sorry? Yeah. I forgot. You can remember when you look at the egg. Character called Oki. You know? Oki and cockroaches? Yeah. That, oh my god. I would love to go there. Komodo dragon, yeah. Go there. Yes. Hi, good afternoon. Should I show my card? No? Okay. Yeah, I would like to get a... Okay. Okay, thank you. Hi. Thank you. സോ ജിമ്മിൻ്റെ അടിവശം മീൻസ് കഫേ നിൽക്കുന്ന ഏരിയയാണ്. കഫേ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ ബാത്റൂമിൻ്റെ ഒക്കെ ഏരിയയാണ്. ആൻഡ് ദിസ് വൺ ഈസ് കഫേ, ദ ബിഗ് വൺ. Okay. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്തോനേഷ്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇന്നലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലത്തെ ദിവസത്തെ കേസാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് സാധിച്ചില്ല. അപ്പം ഇന്ന് പിറ്റേ ദിവസമാണ്. ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇന്തോനേഷ്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു പാസ്പോർട്ട് വേണം. ഒബ്വിയസ്ലി വേറൊരു കൺട്രിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണം. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ ട്രാവൽ ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ഇൻഷുറൻസ്. ഇവിടെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സോ ബുൾസൈ ഉണ്ടാക്കി കൊടുക്കണം. സോ ഇത് മൂന്നും നിങ്ങൾ എടുത്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാം. ഓക്കെ, സോ ബേസിക്കലി വേറെ കൂടുതലായിട്ട് സംഗതികളൊന്നും വേണ്ട. ഹോട്ടൽ ബുക്കിങ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, നിങ്ങൾ
ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസും. ഓക്കെ, സോ ഇതായിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാം. അവർ നിങ്ങളെ കയറ്റി വിടും. എന്നിട്ട് നേരെ ബാലിയിൽ വന്നിറങ്ങുക. ബാലിയിൽ ഇന്തോനേഷ്യയിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിറങ്ങുക. എന്നിട്ട് നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കാണും. അവിടെ ഇങ്ങനെ ആരോ മാർക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം സോ അങ്ങോട്ട് പോവാം. അവിടുന്ന് സ്റ്റാമ്പ് അടിച്ചിട്ട് കിട്ടും. വിസ ഫ്രീ അല്ല, വിസക്ക് പൈസ കൊടുക്കണം. $35 ആയിട്ടാണ് തോന്നുന്നുണ്ട്. $35 നമ്മൾ എമൗണ്ട് പേ ചെയ്യണം ആ സമയത്ത്. അത് നിങ്ങൾക്ക് $35 ആയിട്ടാണ് കൊടുക്കുക. വേറെ ഏതെങ്കിലും ഇതെടുക്കുമെന്ന് എനിക്കറിയില്ല. ഇന്തോനേഷ്യ റുപ്പി എടുക്കും. ഓക്കെ, സോ ഒന്നുകിൽ ഡോളർ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽ കറൻസി. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് വിസ ഓൺ അറൈവലിന് തന്നെ വിസ കിട്ടും. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. അതാണ് കുറച്ചും പാടെ ഈസി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിന് ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ട ആവശ്യമുണ്ടാവും. മറ്റേത് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കുറേ ആളുകൾക്ക് വിസ ഓൺ അറൈവൽ ആയതുകൊണ്ട് കൂടുതൽ ആളുകളും പൊതുവേ അങ്ങനെയാണ് വരൽ. ഓക്കെ, സോ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് വിസയൊക്കെ എടുത്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇന്തോനേഷ്യയിലേക്ക് എങ്ങനെ വരേണ്ടത് എന്നുള്ള കേസുകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭയങ്കര ഈസിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആവശ്യമുള്ള സംഗതികൾ മാത്രം, ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിങ്സ്, ഇത് രണ്ടും മാത്രം മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. വേറെ നിങ്ങൾ വരുന്നതിന് മുന്നേ എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും കേസുകളൊന്നുമില്ല, വള്ളി കേസുകളൊന്നുമില്ല. ഇങ്ങോട്ട് വരിക, ഇവിടെ ഇറങ്ങുക, ഇവിടെ ഇറങ്ങുമ്പോൾ വിസ ഓൺ അറൈവൽ പോവുക, അവിടെ പോയിട്ട് ഒരു $35 കൊടുത്തിട്ട് വിസ അപ്പോൾ തന്നെ വാങ്ങാം. അത്രയേ ഉള്ളൂ കേസ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് അഡ്വാൻസ് ആയിട്ട് വിസ എടുത്തിട്ട് വരാൻ പറ്റും. അപ്പം അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് വരിക, അതാവും ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, സോ ഇത്ര സംഗതികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറൊരാളുടെ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വണ്ടി എടുത്തിട്ട് റെൻറ്റിന് വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് കറങ്ങാൻ പറ്റും. ഇറ്റ്സ് ഈസി. ഓക്കെ, എവറിത്തിങ് ഈസ് ഈസി. നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് ഈസി. മറ്റേതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ ആൾക്കാരുണ്ടാവും. മീൻസ് നിങ്ങൾ ഒരു ട്രാവൽ ഏജൻറ്റിനൊക്കെ ഹയർ ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അവരുടെ കീഴിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കേസുകൾ മോല് നോക്കിക്കോളും. ഓക്കെ, നമ്മൾ ഒന്നിനെ പറ്റിയും ബേജാറാവേണ്ട കേസില്ല. പിന്നെ എന്താ വരുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം ചിന്തിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലി ഈസ് എക്സാക്ട്ലി സെയിം ആസ് കേരള. ഓക്കെ, നമ്മുടെ കേരളത്തിൻ്റെ സെയിം അതേ ഭൂപ്രകൃതിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ബാലിയിൽ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെടികളും ഇവർ ഇതിനൊക്കെ പരിപാലിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇത് ഭയങ്കര രസമാണ്. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് വല്ലാതെ ഒരു സംഗതിയായിട്ടൊന്നും തോന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഓക്കെ, സോ ഐലൻഡ്സ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. മീൻസ് ഇവിടെ നുസാബെനഡ് ഉണ്ട്, പിന്നെ അതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ മൗണ്ട് ബത്തൂർ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ഹിൽ സ്റ്റേഷൻസൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ബാലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചുറ്റാവട്ടത്ത് ഉള്ള കേസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പുറമത്തെ കേസല്ല. പുറമേയൊക്കെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മളെ നാട്ടിൽ നിന്ന് പൊതുവേ വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലിയിലേക്ക് മാത്രമായിട്ട് വരുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ മാത്രം വരാതെ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കൺട്രി തന്നെയാണ്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വരിക. നല്ല പോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ബാലി അല്ല, ഇന്തോനേഷ്യ ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ്. ഓക്കെ, സോ ലൈക്ക് ഇന്ത്യ നമുക്കറിയാം, ഇന്ത്യ ഒരു വലിയൊരു രാജ്യമാണ്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. കണ്ടാലും മതിയാവാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. സോ അങ്ങനെ കണക്കൂട്ടിയാൽ മതി. സോ അത്ര തന്നെ ഉള്ളൂ. ഈസി. ഞാൻ പറഞ്ഞില്ലേ, 2 സംഗതികൾ മാത്രം മതി, ടിക്കറ്റും ഹോട്ടൽ ബുക്കിങ്ങും മാത്രം മതി. വരിക, കാണുക, പോവാം. ഇത്ര തന്നെ ഉള്ളൂ. സോ എക്സ്പെൻസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെൻസിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം എക്സ്പെൻസ് തന്നെയാണ്. അതായത് നോർമലി കമ്പയർഡ് ടു തായ്ലാൻഡ്, അല്ലെങ്കിൽ തായ്ലാൻഡിലേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് കത്തിയാണ്. സോ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോയിൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. സുലാൻ.